സത്യത്തിൽ അലന്റെ ഗേൾ ഫ്രണ്ട് ആവാനായിരുന്നു ആഗ്രഹം? അല്ല, അങ്ങനെ ഉണ്ടായിരുന്നില്ല. എനിക്ക് ആ പടത്തിലൊരു ഭാഗം ആവണമെന്നുണ്ടായിരുന്നുള്ളൂ. അലന്റെ ഗേൾ ഫ്രണ്ട് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടെ സന്തോഷമാണ്. കൊള്ളാം, ഇൻട്രസ്റ്റിംഗ്. ലൈൻ കട്ട്. വാഴ 2 ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാ? ഞാൻ തന്നെ നോക്കി. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ഞാൻ അഭിനയിക്കുന്നത്. ഫസ്റ്റ് സീൻ ഷൂട്ട് ചെയ്യുന്ന മറ്റേ ഞാനും അലനും കൂടെ ഉള്ള സുന്നത്തെ കഴിഞ്ഞിട്ടുള്ള പോർഷൻ ഷേപ്പ് ചെയ്ത് മാത്രമേ ഉള്ളൂ. വാഴ 2 ഉപയോഗിച്ച ഡാഷ് സാധനങ്ങൾ ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്. ബുഷ്, സ്ലൈഡ്, ക്ലിപ്പ്, ഹെയർ സ്റ്റൈലിൽ ചെയ്ത് കാണുന്നുണ്ട്. ഡാഷ് നായികയുടെ ചായ ഉണ്ടെന്ന് ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. എന്നെ ഏറെ കേട്ടണം. തൃഷ എന്നൊക്കെ ചെറുതായിട്ട്. എന്തോ എങ്ങനെ തൃഷ എന്നൊക്കെ ചിരിക്കല്ലോ ചേട്ടാ. ഫസ്റ്റ് പടം ചെയ്തു കഴിഞ്ഞപ്പോൾ ഡാഷ് ആണ് പ്രതിഫലം കിട്ടിയത്. അയ്യോ, 1 ലക്ഷം, 2 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം ഒന്നും കിട്ടിയില്ല. ഇതൊക്കെ പറയാൻ പോടോ ദേവി. മരണമാസിൽ നായികയാവേണ്ട ആളെങ്ങനെ വാഴ 2 നായികയായി? മരണമാസം ഓഡീഷൻ കിട്ടിയില്ല. ആണോ? ഓഡിഷൻ ആയിരുന്നോ? പോയായിരുന്നു. എത്ര ഓഡിഷൻ കഴിഞ്ഞായിരുന്നു? മരണമാസം ഫസ്റ്റ് ഓഡീഷൻ തന്നെ കിട്ടിയില്ല. പിന്നെ എങ്ങനെ വാഴയിലേക്ക് എത്തിയത്? വാഴ അത് കഴിഞ്ഞൊരു 4-5 മാസത്തിന് ശേഷമാണ് ഇങ്ങനെ വാഴയുടെ ഇങ്ങനെ അതിലുള്ള ഒരു AD ചേട്ടൻ ഇങ്ങനെ വിളിച്ചിട്ട്, മോളെ നാളെ വാഴയുടെ ഓഡീഷൻ ഉണ്ട്, വായോ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ അതിനും പോയി ഓഡീഷൻ അറ്റൻഡ് ചെയ്തു. അതും പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല കിട്ടുമെന്ന്. പിന്നെ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കും കോള് വന്നു, ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോഴും പ്രതീക്ഷയില്ല. പിന്നെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്യാമ്പിനെ വിളിച്ചപ്പോൾ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കാം, വർക്ക്ഷോപ്പിനെ വിളിച്ചപ്പോൾ സെലക്ട് ആയിട്ടുണ്ട് എന്നുള്ളത്. വർക്ക്ഷോപ്പിന് വന്ന് അന്ന് ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കും പറഞ്ഞു, നിങ്ങളെല്ലാവരും സെലക്ട് ഒന്നും ആയിട്ടില്ല, വർക്ക്ഷോപ്പിലും ഒന്ന് ഫിൽറ്റർ ചെയ്തിട്ട് സെലക്ട് ആവുള്ളൂ. അപ്പോൾ വീണ്ടും ഓക്കെ, ഇനി ഇതോടെ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ വർക്ക്ഷോപ്പ് 2 ദിവസം ഉണ്ടായി. ആ 2 ദിവസം കഴിഞ്ഞ് അന്ന് 2ാമത്തെ ദിവസം ഈവനിങ് ഒക്കെ ആയപ്പോഴാണ് നമുക്കൊരു പേപ്പർ തരുന്നത്, ഇങ്ങനെ അലൻ ഗേൾ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അന്നാണ് ഞാൻ അറിയുന്നത്. അതുവരെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ നെഞ്ചിൽ ഇങ്ങനെ ഒരു ഭാരം വെച്ചിട്ട് പോകണ്ടായിരുന്നു. സത്യത്തിൽ അലന്റെ ഗേൾ ഫ്രണ്ട് ആവാനായിരുന്നു ആഗ്രഹം? അല്ല, അങ്ങനെ ഉണ്ടായിരുന്നില്ല. എനിക്ക് ആ പടത്തിലൊരു ഭാഗം ആവണമെന്നുണ്ടായിരുന്നുള്ളൂ. അലന്റെ ഗേൾ ഫ്രണ്ട് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടെ സന്തോഷം. കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്ന പോലെ ആയില്ലോ. മരണമാസം കിട്ടിയില്ലെങ്കിൽ എന്താ, വാഴ 2 മാസമായില്ലേ. 200 കോടി ക്ലബിൽ ആദ്യത്തെ പടം 200 കോടി ക്ലബിൽ എത്തിയ നായിക പറയൂ, ഇപ്പോൾ ഉള്ള ആ ഫീലിംഗ് എന്താണ്? പടം 200 കോടി അതിപ്പോഴും റിയാലിറ്റിയിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പം നമ്മളിപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും പണ്ട് പഠിപ്പിച്ച ടീച്ചറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ 200 കോടി 100 കോടി അടിച്ച പടത്തിൽ അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഞാൻ നമ്മുടെ പടം 100 കോടി 200 കോടിയൊക്കെ ആയില്ലേ എന്നുള്ളൊരു സംഭവം. ഇപ്പോഴും ആ റിയാലിറ്റിയിലേക്ക് എത്തിയിട്ടില്ല. ഞങ്ങൾ പടം കണ്ടിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിനെ വിളിച്ചു. കുറേ ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ വിളിച്ചു? ഇല്ല, ഞാൻ വിളിച്ചില്ല. ഞാൻ പടത്തിൽ ചെയ്യാൻ പോവാന്നുള്ള, എനിക്ക് ഫ്രണ്ട്സ് വളരെ കുറവാണ്. ഞാനായിട്ട് എൻ്റെ ഫ്രണ്ട്സിന് ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ. കാരണം ഓഡീഷന് സെലക്റ്റായി അപ്പോഴും ഞാൻ വിചാരിച്ചു, ഓക്കെ ക്യാമറ മുമ്പിൽ വെക്കട്ടെ, ആക്ടിങ് ഒക്കെ തുടങ്ങട്ടെ. പിന്നെ കുറച്ച് പടം തീർന്നായിരിക്കും, പടം റിലീസാവുന്ന തലേദിവസം വരേക്കും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല പടം ചെയ്യുന്നുണ്ടെന്ന്. ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് ആരുടെയൊക്കെ കാലിൽ വീണായിരുന്നു? അമ്മയുടെ കാലിൽ. സ്വന്തം അനുഗ്രഹം വാങ്ങാനായിട്ട് അമ്മ എന്നെ അനുഗ്രഹിക്കണം. ബിപിൻ ദാസിന്റെ കാലിന് വീഴാത്തോണ്ട് പുള്ളിക്ക് സാറിന്റെ കാല് കിട്ടിയില്ലെങ്കിൽ സാറിന്റെ കാലം വീണത്. ഓക്കെ, തൂക്കി 200 കോടി ക്ലബിൽ പടം തൂക്കിയിരിക്കുകയാണ്. തൂക്കി പാട്ടിനെ കുറിച്ച് പറഞ്ഞു. തൂക്കിപ്പാട്ട് എനിക്ക് പേഴ്സണലി തൂക്കിപ്പാട്ടാണ് കുറേ കൂടി ഇഷ്ടമായത്. വലിയ പ്രത്യേക ഒരു ഭയങ്കര എനർജിയുള്ള പാട്ട്. തൂക്കിപ്പാട്ട് ഇഷ്ടമാണ്. ഫസ്റ്റ് എന്താ ഷൂട്ട് ചെയ്തത്? ഫസ്റ്റ് സീൻ ഷൂട്ട് ചെയ്യുന്ന മറ്റേ ഞാനും അലനും കൂടെ ഉള്ള സുന്നത്തെ കഴിഞ്ഞിട്ടുള്ള പോർഷനിൽ ഓക്കെ അല്ലേ എന്നുള്ള ഭാഗം, അതായിരുന്നു ഫസ്റ്റ് ഷൂട്ട്. അത് ലൈറ്റ് പോവാൻ നിൽക്കുന്ന ടൈമിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അതായിരുന്നു ആദ്യത്തെ. ഷേപ്പ് ചെയ്ത് മാത്രമേ ഉള്ളൂ. അതായിരുന്നു ഫസ്റ്റത്തെ. ഷൂട്ടിനെ കുറിച്ചോ ആ ഡയലോഗും ആ പോർഷനെ കുറിച്ചും പറഞ്ഞു. അന്ന് ഈവനിങ് ലൈറ്റ് പോയ ടൈമാണ്. നമ്മളിങ്ങനെ സെറ്റിലുള്ള എല്ലാവരുമായിട്ട് ഇങ്ങനെ കമ്പനി ആയിട്ട് ഒരു മിങ്കിൾ സംഭവം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ. ഞാനും അലനും ആണെങ്കിലും കമ്പനിയായി, പക്ഷെ ഞങ്ങൾ അത്ര ക്ലോസ് ആയിട്ടൊന്നുമില്ല, അത്രയും കമ്പനി ആയിട്ടൊന്നുമില്ല. അപ്പോൾ ആ ടൈമിലാണ് ഈ പോർഷൻ ഷൂട്ട് ചെയ്യുന്ന. ലൈറ്റ് പോകാറായ സമയമാണ്. അപ്പോൾ സാറ് വന്നിട്ട് പറഞ്ഞു, മോളെ സംഭവം ഇത്രേ ഉള്ളൂ, നമ്മൾ ഇതെന്നെ കൊണ്ട് മുന്നേ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു വർക്ക്ഷോപ്പ് ടൈമിൽ. അപ്പോൾ ഞാൻ ചെയ്തത് വേറൊരു രീതിയിലാണ്. ഇത് കുറച്ചുകൂടി ഇന്നസെൻ്റ് ആയിട്ട് അവതരിപ്പിക്കണമല്ലോ. അപ്പോൾ എനിക്ക് സംഭവം തന്നപ്പോൾ നമുക്ക് കഥേനെ എങ്ങനെയാണ് എൻ്റെ പോർഷൻ, കഥേനെ കുറിച്ച് പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഇല്ല, അപ്പോഴും ഇല്ല, തീരെ അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സീൻ തന്നപ്പോൾ ഞാൻ അപ്പോൾ ചെയ്ത് വെച്ചിരുന്ന സംഭവം ഭയങ്കര ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്നായിരുന്നേ. എന്നിട്ട് ഇതിന് വന്ന സമയത്ത് സാർ പറഞ്ഞു, ഇത് ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ട് ചെയ്യണം, നമുക്ക് ലൈറ്റും കുറവാണ്, അപ്പോൾ 2 പേരും ആഞ്ഞു പിടിച്ചോ, നല്ല ഇന്നസെൻ്റ് ആയിട്ട് ചെയ്യണം, നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെ,
ഇന്നസെൻ്റ് ആയിട്ട് എന്നോട് പറഞ്ഞു മോൾക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അവന് വേദന എടുത്താൽ മോൾക്ക് വേദന എടുക്കും, അപ്പോൾ അതുപോലെ കുറച്ച് ഇന്നസെൻ്റ് ആയിട്ട് സംഗതി അവതരിപ്പിക്കണം. അപ്പം ഞാനും അല്ലനും അത് ഞങ്ങളെ കൊണ്ട് പറ്റുന്നത്ര മാക്സിമം ഭംഗിയിൽ ചെയ്തു വിശ്വസിക്കുന്നു. ഒറ്റ ടേക്കിലാണോ? ഓക്കെ. എൻ്റെ ആദ്യത്തെ ഒരു ടേക്ക് എന്തോ എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ്, ഫസ്റ്റത്തെ ടേക്ക് കഴിഞ്ഞ് സെക്കൻഡ് ടേക്കിലൊക്കെ സെറ്റ്. ഹാപ്പി ബർത്ത്ഡേ വീട്ടിലുള്ള സീൻ എപ്പോഴാണ് ഷൂട്ട് ചെയ്ത്? അത് ഇതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴേക്കും ഞങ്ങൾ ടീമായിട്ടും എല്ലായിട്ടും ഒന്ന് ഭയങ്കരമായിട്ട് മിങ്കിളായി. അതിന് ശേഷമായിരുന്നു പടം ഫസ്റ്റ് എപ്പോഴാണ് കണ്ടത്? ഫസ്റ്റ് ഡേ റിലീസിൻ്റെ അന്ന് നമ്മൾ ടീമിൻ്റെ കൂടെ. ഇപ്പൊ എത്ര തവണ കണ്ടു? ഇപ്പോൾ മൊത്തം 3 കാണാം. ഇനി കാണാനുണ്ട്. വാഴ 3 അത് അറിയില്ല, ഉണ്ടാവില്ല, ഒന്നും ഒരു പിടുത്തില്ല. അല്ല, വാഴ 1 കുറെ ആൾക്കാർ വാഴ 2 ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഗേൾസിന്റെ കഥയാണ് വരാൻ പോകുന്നത്. ഇത് മുമ്പേ നിങ്ങളോട് പറഞ്ഞായിരുന്നോ വാഴ 3 ഉണ്ടാവും? നമ്മളും പോസ്റ്റർ റിലീസ് ആകുമ്പോൾ അറിയുന്ന ഗേൾസിന്റെ ആണ് വരുന്നതെന്നുള്ളത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ഡാഷാണ്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സും കുറെ ഉത്തരങ്ങളുമായിട്ട് തന്നിട്ട് അതിൽ ഏതാണെന്ന് തെരഞ്ഞു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഞാനിത് ചോദിക്കുന്നത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. കുറച്ച് കാര്യങ്ങൾ പറയാം, അതുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. ഓക്കെ. വാഴ 2 ഉപയോഗിച്ച ഡാഷ് സാധനങ്ങൾ ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്. ബുഷ്, സ്ലൈഡ്, ക്ലിപ്പ്, ഹെയർ സ്റ്റൈൽ ചേച്ചി ഇത് കാണുന്നുണ്ട്. അതൊക്കെ അതെന്താ ബുഷൊക്കെ കൊണ്ടുപോകും? അത് വേണമെന്ന് വെച്ച് കൊണ്ടുപോകുന്നില്ല കേട്ടോ. അത് വൈകുന്നേരം ആകുമ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ വിട്ടുപോകും. ചേച്ചി പ്രത്യേകം പറയാതെ തിരിച്ച് ഏൽപ്പിക്കണേ, വിട്ടുപോകും മിക്ക ദിവസം. അപ്പം അതൊക്കെ അങ്ങനെ കൊണ്ടുപോകും. പിന്നെ ഞാൻ അവിടെ നിന്ന് അങ്ങനെയൊന്നും കൊണ്ടുപോയിട്ടില്ല. സിനിമയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കൊണ്ടുപോയിരുന്നോ? ഇല്ല, ഞങ്ങൾക്ക് ഫ്ലാറ്റിലായിരുന്നു സ്റ്റേ. അപ്പം ഞങ്ങളിങ്ങനെ തമാശയ്ക്ക് പറയും ഇവിടുത്തെ ഫ്രെയിംസ് ഒക്കെ അടിച്ചുകൊണ്ട് പോയാലോ, ഗ്ലാസും കുപ്പിയൊക്കെ കൊണ്ടുപോയാലോ, പാഴയുടെ ഓർമ്മയ്ക്ക്. പക്ഷെ ഞങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഓക്കെ. മധുരയിലും ബാങ്കോക്കിലൊക്കെ പോയ സമയത്ത് എൻ്റെ ഫോട്ടോ എടുക്കാൻ ഡാഷ് ആളാണ് കൂടെ ഉണ്ടായിരുന്നത്. അത് എൻ്റെ നമുക്ക് ഫാമിലി പോലെ തന്നെ ഒരു നമുക്ക് അറിയുന്ന ആൾക്കാരുണ്ട്. ഫാമിലി പോലെ തന്നെ ഫ്രണ്ട്സാണ് അവർ, എൻ്റെ മമ്മയുടെ ഫ്രണ്ട്സാണ്. ഫസ്റ്റ് പടം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡാഷാണ് പ്രതിഫലം കിട്ടിയത്. അയ്യോ, 1 ലക്ഷം, 2 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം ഒന്നും കിട്ടിയില്ല. ഇതിപ്പോൾ ഞാൻ എന്താ പറയാ, 200 കോടി പടത്തിലെത്തിയ ആള് പറയൂ. ഞാൻ ചെറിയ വേറെ പടങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് പടം എന്ന് പറയാൻ പറ്റില്ല. ഏതൊക്കെ പടം ചെയ്തായിരുന്നു? ഞാൻ കടുവയും പത്മിനിയും, ചെറിയ പടമല്ല, വലിയ പടം, അതിൽ ചെറിയ ഭാഗം. കടുവയിലുണ്ടായിരുന്നു. കടുവയിലാരായിട്ടാ? മറ്റേ പിയാനോ പഠിക്കാൻ വരുന്ന കുട്ടി. ഓക്കെ. പത്മിനിയിൽ നായിക ചേച്ചിയുടെ അനിയത്തി. കടുവയെന്നും പത്മിനിയെന്നും വാഴ 2 പൂജ്യത്തിന്റെ എണ്ണത്ര കൂടി. അല്ല, നമ്മളിതിൽ പുതിയ ആർട്ടിസ്റ്റ് തന്നെയല്ലേ. അപ്പൊ എനിക്ക് ഇതൊക്കെ പറയാൻ പോടോ ദേവി, ഇത് മാത്രം കട്ടിയോ? ലൈൻ കട്ട്. കണ്ണിൽ ലെൻസ് വെച്ചാൽ ഡാഷ് നായികയുടെ ചായ ഉണ്ടെന്ന് ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. എന്റെ കൈ എന്നെ ഏറെ കേട്ടണം പറഞ്ഞിട്ടുണ്ട്. ഏത് നായിക എന്നാ പറയണല്ലേ, തൃഷ എന്നൊക്കെ ചെറുതായിട്ട്. ശരിക്കല്ലോ ചേട്ടാ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ട്രസ്സാണ് തൃഷ മാം. യങ് ഏജിൽ പുള്ളിക്ക് ഭയങ്കര ഇപ്പോഴും നല്ല ബ്യൂട്ടിഫുൾ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ട്രസ്സാണ്. ഹാഷിറിന്റെ ഒക്കെ വീഡിയോ മുമ്പേ കാണുമായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാ? ഏറ്റവും ഇഷ്ടപ്പെട്ടു, അയ്യോ കുറേ ഉണ്ട് കേട്ടോ അവരുടെ വീഡിയോ. അപ്പം ഇത് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ കേരളത്തിലെ 2 നല്ല പേര്, ഇന്ന് ഞാനും ആ സംഭവം, അത് ഭയങ്കര ഇഷ്ടം. പഠിക്കുന്ന സമയത്ത് വിജയ് ബാബുവിനെ പോലെ സാറുണ്ടായിരുന്നു? അയ്യോ, ഞാൻ പഠിച്ചത് ഗേൾസ് സ്കൂളിലാണ്. മൊത്തം ടീച്ചേഴ്സായിരുന്നു. ടീച്ചേഴ്സൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അങ്ങനെ ഒരു സ്റ്റേജിൽ കൂടെ പോയിട്ടില്ല. പുതിയ പടങ്ങളുടെ കഥ കേൾക്കാൻ തുടങ്ങിയോ? കഥ കേൾക്കാൻ തുടങ്ങിയിട്ടില്ല. അങ്ങനെ പറയുന്നുണ്ട്. പടം ഏതാണെന്ന് പറയുന്നുണ്ട്, ഒന്നും കൺഫേം ഒന്നും ആയിട്ടില്ല. ആരാധ്യനെ കുറിച്ച് പറഞ്ഞു. ആരാധ്യ ഏത് നാട്ടുകാരിയാണ്? ഞാൻ തൃശ്ശൂരാണ്. ഈ ഇന്റർവ്യൂ കാണുന്ന ഒരുപാട് ആൾക്കാർക്ക് സിനിമയിൽ വരാൻ താല്പര്യമുണ്ടാവും. അവർക്ക് എന്താ കൊടുക്കാനുള്ള ടിപ്പ്, എന്താ കൊടുക്കാനുള്ളത്? ഇപ്പോൾ ഓഡീഷനെ കുറിച്ച് അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. ഞാൻ 2019 ഫസ്റ്റ് ചെറിയൊരു വർക്കൊക്കെ ചെയ്യാൻ തുടങ്ങി. മോഡലിങ്ങും പിന്നെ എനിക്ക് സിനിമയിൽ വരാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള എഫേർട്സൊക്കെ അപ്പം തൊട്ട് ഇട്ട് തുടങ്ങിയത്. അപ്പം തൊട്ട് വന്നതിൽ ഇവിടെ ഇപ്പം ചെറിയൊരു സ്റ്റെപ്പ് എത്തിയിട്ടുള്ളൂ. ഈ ഒരു സ്റ്റെപ്പ് എത്തിയത് തന്നെ അതിൽ ഞാൻ മനസ്സിലാക്കി എന്താ വെച്ച് കഴിഞ്ഞാൽ, കൂടുതലും നമ്മൾ ഓഡീഷൻസ് കോൾസൊക്കെ വരുമ്പോൾ അത് അറ്റൻഡ് ചെയ്യുക. അതിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മുടെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡൊക്കെ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് എത്ര മീറ്റർ വരെ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. മാക്സിമം ഓഡീഷൻസ് അറ്റൻഡ് ചെയ്യുക. നമുക്ക് ബെസ്റ്റായിട്ടുള്ള സംഭവം ഉറപ്പായിട്ടും ഓഡീഷനിൽ കൂടെ കിട്ടും. ഇപ്പോൾ അങ്ങനെ കിട്ടിയില്ലെങ്കിലും വിഷമിക്കേണ്ട, നമ്മുടെ മീറ്ററിനത് ഓക്കെ അല്ല എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മളത് ബെറ്റർ ആക്കാൻ നോക്കാം. ഇതിൽ കുറേ തട്ടിപ്പില്ലേ ഓഡീഷൻ കോൾസിൽ? കുറേ ആൾക്കാർ പറയുന്നുണ്ട് ചിലതൊക്കെ ഉണ്ടാവാറില്ല, പരസ്യം മാത്രമേ ഉണ്ടാവാറുള്ളൂ എന്നൊക്കെ പറയാറില്ലേ? എനിക്ക് പേഴ്സണലി അങ്ങനെ അനുഭവമില്ല. അങ്ങനെ അനുഭവമുള്ളത് എനിക്ക് നമ്മൾ ശ്രദ്ധിച്ചും കണ്ടും നമ്മളെന്തായാലും ശ്രദ്ധിച്ചു പോവുക. അതന്നെ. പുറത്തേക്കൊക്കെ ഇറങ്ങി ഒരുപാട് ആൾക്കാർ തിരിച്ചറിയുന്നുണ്ടോ?
അങ്ങനെ ഒരുപാട് പേരില്ല. നാട്ടിൽ നിന്ന സമയത്ത് ഇങ്ങനെ വെസ്റ്റ് സൈഡ് പോയിട്ടുണ്ടായി. അപ്പോൾ കുറച്ച് പേര് വന്നിട്ട് വാഴയിലുള്ള കുട്ടിയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായി. അങ്ങനെ ഒന്ന് രണ്ട് അടുത്ത് പോയപ്പോൾ മനസ്സിലായി. പൊതുവെ എല്ലാവർക്കും തന്നെ മനസ്സിലാവും. ആ ലുക്ക് ഈ ലുക്ക് തമ്മിൽ കുറെ വ്യത്യാസമില്ല. നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണോ മനസ്സിലാവാത്തത്? അതുകൊണ്ടായിരിക്കണം. കമന്റ്സ് ഒക്കെ വായിക്കോ ഫുള്ള്? ആരെ കുറെ കമന്റ്സിനെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്നെ. അല്ല, എനിക്ക് എൻ്റെ വാഴയായിട്ട് ബന്ധപ്പെട്ട അല്ലാത്ത വീഡിയോസിൽ പോലെ ആൾക്കാർ താഴെ ഞാൻ കമൻസ് ആണ് ഓക്കെ അല്ലേ അങ്ങനെ സംഭവങ്ങളൊക്കെ. അല്ലെന്ന് എവിടെ എനിക്ക് കുറേ കമൻസ് വരാറുണ്ട്. ഞാൻ പൊതുവെ വീഡിയോസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ വീഡിയോ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയാലും ഇല്ലെങ്കിലും ഞാൻ കമൻറ്റ് വെക്കും. അപ്പോഴാണ് അതിനകത്ത് ശരിക്കുള്ള ഇൻട്രസ്റ്റിംഗ് പാട്ടൊക്കെ എന്താണെന്ന് അറിയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കമൻറ്റ് വെക്കാൻ ഭയങ്കര ഇഷ്ടം. ഓക്കെ, ഞങ്ങൾ ബിജുക്കുട്ടൻ്റെ ആക്ടിങ് കണ്ടിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു. കരഞ്ഞായിരുന്നു. വാഴ 2 ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാ? ദൈവമേ, വാഴ 2 എല്ലാവരും അടിപൊളിയാണ്. എന്നാലും നമുക്കൊരു ഇഷ്ടം തോന്നുന്ന ഒരാളുണ്ടാവില്ലേ? ഓരോ ആൾക്കാരുടെ വിജയം നമുക്ക് പേഴ്സണലി നമ്മുടെ ഫാമിലിയിലുള്ള ഒരാളുടെ ഇതുപോലെ. അപ്പോൾ പടം കണ്ടപ്പോൾ എനിക്ക് മൊത്തത്തിൽ എല്ലാവരുടെയും പെർഫോമൻസ് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും അത്രയും ഭംഗിയിൽ പെർഫോം ചെയ്യും. എല്ലാവരോടും സെയിം സംഭവം തന്നെ. ഞങ്ങളിപ്പോൾ ബിജുക്കുട്ടൻ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ നിങ്ങൾക്ക് ഞെട്ടിയ ഒരു ക്യാരക്ടർ ഇതുണ്ടോന്നാണ് ചോദിച്ചത്. ഞാൻ തന്നെ നോക്കി, ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ഞാൻ അഭിനയിക്കുന്നു. അല്ല കേട്ടോ, ഞാനല്ല. എനിക്ക് വിനായകേട്ടൻ, കാരണം ഇവർ 4 പേരും അടിപൊളി പെർഫോമൻസാണ് നമ്മൾ കാണുന്നതല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ഷൂട്ടിംഗ് ടൈമിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹാഷിർ, അലൻ ഇവരെയൊക്കെ കൂടുതൽ കണ്ടിട്ടുള്ള ആക്ട് ചെയ്യുന്നത്. അപ്പം വിനായകേട്ടൻ ചേട്ടൻ്റെ പെർഫോമൻസ് ഒന്നും അധികം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ സിനിമ ഇറങ്ങുമ്പോഴാണ് കാണുന്നത്. 4 പേരും അടിപൊളി പെർഫോമൻസാണ്. പക്ഷെ വിനായകേട്ടൻ്റെ പെർഫോമൻസ് കരയിപ്പിച്ചു. വിനായകേട്ടനും ബിജുക്കുട്ടൻ ചേട്ടനും തമ്മിലുള്ള ആ ബോണ്ട് ശരിക്കും അത് ആ ടൈമിൽ നമ്മൾ മകനെ എന്നുള്ള പോർഷൻ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഗൂസ് ബംസ് ഒക്കെ വന്ന്. അങ്ങനെ മലയാളികൾ കുറേ ആൾക്കാർ വാഴ 2 പാട്ടുകൾ റിപ്പീറ്റ് അടിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോരാളും ഓരോ പാട്ട്. ഏത് പാട്ടാണ് റിപ്പീറ്റ് അടിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നത്? ഞാൻ തൂക്കി കേൾക്കലുണ്ട്, പിന്നെ അടബൊമ്മാലെ. അപ്പം എനിക്ക് ഒരു സ്പെഷ്യലായിട്ടൊരു ഇഷ്ടം മറ്റേ ലവ്ലി വാഴയോട്. ലവ്ലി വാഴ ഒരു പ്രത്യേക എന്തോ ഒരു സംഭവമുണ്ട്. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. അടുത്ത പാട്ടമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. താങ്ക് യു.